ഇപ്പോഴേ ഞാനൊരു ഒന്നും കൂടി എന്ത് വീഴണോടാ. അപ്പൊ പുതിയത് തുടക്കാണ്. അപ്പൊ ആദ്യം നമ്മള് മണ്ഡപത്ത് പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാച്ചു പോലെ മെയിനായിട്ട് പോയാൽ ചിലപ്പോഴേ അല്ല നമ്മൾ പോസിറ്റീവായി വിചാരിക്കണ്ടേ അല്ലേ? മെയിനായിട്ട് പോയാലൊന്നും പറ്റില്ല. മണ്ഡപമൊക്കെ നമ്മളെ പഴയ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മള് മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാതെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ ആദ്യം നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരെ അടുത്തല്ലേ അത് പറയണ്ട്. ഇത് നമ്മളെ തറവാട്ട് മണ്ഡപമാണ്. നമ്മുടെ മറ്റേ ചാനലില് രശ്മി രമേശ് എന്നുള്ള ചാനലില് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിലൂടെയും വ്ലോഗിലൂടെയും ഒക്കെ. എനിക്കുണ്ടല്ലോ ഈ പാമ്പന്മാര് അതൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പൊ ഈ കരുനാഗത്തറയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കണ്ണിന്ന് അറിയാണ്ട് എന്നെ ഇങ്ങനെ കണ്ണീര് വരും. അത് വന്നിട്ട് വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടോ എല്ലാം ഏത് വികാരം കൊണ്ടാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവൂല. അങ്ങനെ ഞാൻ അവിടെ നെഞ്ഞുരുകി അല്ലെങ്കിൽ മനസ്സുരുകി ചോദിച്ചതൊക്കെ എന്റെ കരുനാഗമ്മ തന്നിട്ടുണ്ട്. എന്റെ പാമ്പന്മാരുടെ അടുത്തും ദൈവങ്ങളുടെ അടുത്തും ഒക്കെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു. ഞാൻ ഒരു അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും എനിക്ക് അത് വേണം ഇത് വേണം ഇനി അങ്ങനെ തരണം ഇങ്ങനെ തരണം അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അതായത് നമുക്ക് എന്തൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്, ദൈവങ്ങൾ തന്നിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞാൻ അമ്പലത്തിൽ ചെന്ന് പറയാറ്. ഇനിയിപ്പോ എന്തെങ്കിലും വേണം തോന്നുക, അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ട് അതിനും ചേർത്ത് ഞാൻ നന്ദി പറയൂ കേട്ടോ. നന്ദി എന്ന് പറയാൻ തുടങ്ങിയോ അത് റിപ്പീറ്റ് ആയിട്ട് അപ്പൊ മുതലാണ് എന്റെ പ്രാർത്ഥന സർവേശ്വരൻ കേട്ടു തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് മുണ്ടക്കോട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഞാൻ എണ്ണമറ്റാത്ത കണക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ മുണ്ടക്കോട് പോകണമെന്നും കൂടെ ഓർത്തിയാണ്, പക്ഷെ നേരം കിട്ടിയില്ല കേട്ടോ. അല്ലാതെ ഞാൻ ഖേദത്തിന് നിർത്തിയൊന്നുമില്ല, നാളെ തന്നെ എന്തായാലും പോകും. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ പലർക്കും അറിയാമെന്ന് തന്നെ ആവോ, നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. പിന്നെ ചുരുക്കം വലിയവർക്കൊക്കെ അല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരാ എന്താണെന്നൊന്നും പറയുകയാണ്. അല്ലെ എന്താണെന്നൊന്നുമില്ല, ആരാന്ന് മാത്രം. എൻ്റെ പേര് രശ്മിയാണ്. അപ്പം നമുക്ക് ഓൾറെഡി രശ്മി രമേശ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ ഫാമിലി വ്ലോഗും പിന്നെ ഫണ്ണി ഷോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. മോണിറ്റൈസേഷനൊക്കെ ആയ ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ഫാമിലി വ്ലോഗ് മാത്രമായിട്ട് നമ്മുടെ ഹോംലി അങ്ങനെയൊക്കെയുള്ള വ്ളോഗും കുക്കിംഗ് വ്ളോഗ് നമ്മുടെ യാത്ര അങ്ങനത്തെ വിശേഷങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഒന്ന് കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്തേക്കണേ. അധികേറും നമ്മള് ഈ അടുക്കളയിലും ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണല്ലോ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതോർത്ത് ഇവിടെ തന്നെ നിന്നിട്ട് ഇൻട്രോ വീഡിയോ ചെയ്യണം കേട്ടോ. ഞാനീ പറഞ്ഞ കൂട്ട് യൂട്യൂബിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മറ്റ് പ്ലാറ്റ്ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലിന് നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അതെല്ലാം ഒന്ന് മാറ്റി നമ്മൾ ഈ ചാനൽ നല്ലോണം ശ്രദ്ധിക്കാനും ഈ ചാനൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇതിനൊക്കെ മെയിൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. പഴയ ചാനലിൽ എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആ ചാനലിലൂടെ എന്താണ് കാണിക്കണം, എന്താ ചെയ്യണം, എന്താ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് നമുക്ക് തന്നെ അറിയണം. നമ്മളത് കയറിയിട്ട് എല്ലാ ചപ്പും ചവറും ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിന് തന്നെ സംശയമാവും, ഇതിപ്പോൾ എന്തിനു തുടങ്ങിയതാണ് ഈ സ്ത്രീ ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ആ മറ്റേ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ഇട്ടിട്ടാണ് തുടങ്ങി. ഷോർട്സ് ഇട്ട് മോണിറ്റൈസേഷൻ ആക്കിയതാണ്. പിന്നെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലോങ് വീഡിയോ പോലും വൈറലായിട്ടോ നല്ല വ്യൂ കിട്ടിയിട്ടോ അല്ല ആ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അതായത് ലോങ് വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് എന്നെ കൊണ്ട് സമാധാനം കെട്ടിട്ട് യൂട്യൂബ് അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആക്കി തന്നെയാണ്. അതിന് കാരണക്കാരി ഞാനാണ്. കുറെ ഫണ്ണി വീഡിയോ ഇടും, കുറെ മിനി വ്ലോഗ് ഇടും, അപ്പൊ പിന്നെ ഡാൻസും കുറെ പാട്ടുകൾ ഇടും. അങ്ങനെയൊക്കെ തോന്നിയമാര് കാട്ടാണ്ട് നമ്മൾ മെയിനായിട്ട് നമുക്ക് എന്താണ് നമ്മളൊരു കണ്ടന്റ് തീരുമാനിക്കുന്നത് വെച്ചാൽ അത് മാത്രമായിട്ട് പോവുക. അപ്പോഴാണ് ആ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ കുറേയേറെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു ചാനലാണ്, ഒത്തിരി ഫ്രണ്ട്സിന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ സർവേശ്വരൻ സഹായിച്ചെല്ലാം നല്ല രീതിയിൽ ആവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നിങ്ങൾ ചിലവരൊക്കെ എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുഴപ്പമില്ലാത്ത രീതിയിൽ സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നല്ല നല്ല മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അതായത്
പണ്ട് ഞാനൊരു വർക്കിംഗ് വുമൺ ആയിരുന്നു, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ജോലിയിൽ ജീവിച്ച ഞാൻ ഞാൻ ഈ സോഷ്യൽ മീഡിയയാണ് എന്താ പറയുക ഒരു ജോലിയായി കണ്ട് വരുമാന മാർഗം കിട്ടണത് മേടിക്കണത്. അപ്പൊ ആ ഒരു വ്യത്യാസവും പിന്നെ എങ്ങനെ അതിലോട്ട് എത്തി, ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയനെ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയത്, അത്തരം എൻ്റെ അനുഭവങ്ങളും കൂടെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പൊ എന്നെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്ക് അത് ഒത്തിരി ഹെൽപ്പ് ആവുമെന്ന് തോന്നുന്നു. വലിയ മക്കളുടെ ഒക്കെ ഫോണിൽ ഫേസിലൊക്കെ അമ്മടെ വയ്ക്കുക. രക്ഷപ്പെട്ടില്ലേ കുട്ടികളെ? ഏതൊക്കെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യണത് ഒക്കെ നമുക്ക് മനസ്സിലാവും. സെറ്റല്ലേ? ഫേസ് ലോക്ക് മാറ്റി തരണോ? മാറ്റി തരണം പറഞ്ഞാൽ മാറ്റി തരില്ല. അപ്പളേ ഇതാണ് നമ്മളെ വീടും ചുറ്റുപാടും ഒക്കെ. ഇതൊന്നും കാട്ടാൻ പറ്റൂല കേട്ടോ. നമ്മളെ പുതിയ അടുക്കള മൊത്തം നമ്മള് തുണി തോരടാനുള്ള സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മള് ഈ ചുറ്റുപാടുകളും നമ്മുടെ ഈ ഏരിയയിലൊക്കെ നിന്നിട്ടായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുക. ഞാൻ ഇനി ഈ ഒരു ഇൻട്രോ വീഡിയോ കഴിഞ്ഞാൽ ഒരു ഹോം ടൂറൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എല്ലാ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അത് മടിച്ച് നിൽക്കുകയാണ്. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകുന്നത് നടക്കില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നമുക്കൊരു ഹോം ടൂറായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വീടും പരിസരമൊക്കെ നമുക്ക് കാണാമല്ലോ. ഏകദേശം എല്ലാവർക്കും നമ്മളെ മറ്റേ ചാനലിൽ കണ്ടിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പം ഇവിടെയൊക്കെ ആയിരിക്കും ഇനി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നീ കിട്ടും അല്ലേ? എന്ത് മീനാണ്? സാധാരണ ഇവിടെ രാവിലെ നേരത്തെ മീൻ വരലുണ്ട്. ഇന്നിപ്പോ മീൻ വണ്ടി വന്നില്ല. വേനോർത്തൊന്നിങ്ങി വരുന്നുണ്ടാവൂല. നമുക്ക് കടയ്ക്ക് പോയി കുറച്ച് ഉണക്കൽ വാങ്ങിയിട്ട് ഉണക്കലിട്ട് പുളിയോ ഉണക്കൽ വറക്കുക അങ്ങനെയൊക്കെ ആക്കാന്നാ കരുതിയത് കേട്ടോ. അപ്പോഴത്തേക്കും ഭാഗ്യത്തിന് മീൻ വന്നു. അത് നല്ല കുട്ടി ആയില്ല. ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാലോറം നോക്കുന്നത് വേറെ ഒന്നല്ല. പരിപ്പിട്ടിട്ട് മുരിങ്ങ തേങ്ങ അരച്ചൊക്കെ അയില വറക്കും ചെയ്യാം. സെറ്റല്ലേ? അതൊരു എന്താ മുരിങ്ങക്കായ എന്നാവോ നമ്മളെല്ലാരും ഇവിടുന്ന് ഓടിക്കുക. കണ്ണും തലയും വേണോ? അതോ കണ്ണും തലയും ഇഷ്ടണ്ടോ? ചുട്ടിക്ക് കണ്ണ് നല്ല ഇഷ്ടാ. ഇതാലേ എടുക്കാലേന്നാ കുറച്ച് വറക്കും ചെയ്യാം. വൈകുന്നേരം കുറച്ചെടുത്തിട്ട് പുളിയും വെക്കാം അല്ലേ? ഇപ്പൊ മുരിങ്ങ കൂട്ട വെച്ചിട്ട്. ഇന്നെന്താ പൂച്ചന് വരാത്ത? പൂച്ച വന്നിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, തല കുഴിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞ് മീൻതലയൊക്കെ ആണെങ്കിലേ പിങ്കോസിന് വേവിച്ചു കൊടുത്താൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചു കൊടുത്താൽ ഓള് കഴിച്ചോളും. അപ്പൊ ഇനി ഞാൻ കുറച്ചധികം മീനിന്റെ തല ഞങ്ങൾക്ക് തന്നെ തിന്നാൻ വേണ്ടി ഉണ്ടാക്കാച്ചിട്ടാ. അപ്പൊ പിന്നെ ഓക്ക് മീൻ വറുത്ത തന്നെ കൂട്ടി ചോറ് കൊടുക്കാന്ന് കരുതി. ഇവിടെ മീൻ നന്നാക്കൽ തദ്ദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെയാണെങ്കിൽ അമ്മയുടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം എന്താ പറയാ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലേണിംഗ് ടെസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാത്രേ, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് പോവാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്നാ ഉണ്ണിനി പൊക്കോള് ഫോണോടെ വെച്ചിട്ട് നമ്മൾ എടുത്തോളായിരുന്നു. ഓൻ അങ്ങനെ പോയി. അപ്പൊ നമ്മള് അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുകയാണ്. മീൻ നന്നാക്കിയിട്ട് അത് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ തിരുമിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ഉള്ളിയരപ്പൊക്കെ ആക്കിയിട്ട് വേണ്ടേ. പിന്നെ മുരിങ്ങ എല്ലാം പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. ദൂരാനാണ് ഒരു അംഗം. തലനാള് മുരിങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖ. കവറിലോട് കെട്ടി വെച്ചാൽ മതി. നമുക്ക് പിറ്റേ ദിവസം രാവിലെ കവർന്ന് ഊരി ഞങ്ങള് കിലുക്കി കഴിഞ്ഞാൽ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ ഉതിർന്ന് ചാടും. പഴഞ്ചൂര് ഒട്ടും ഉണ്ടാവില്ല. വായുസഞ്ചാരമില്ലാത്ത കവറിൽ ഇങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി തലനാള് കിട്ടുവാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇത്തിരി പാട് വേണം. ഞാൻ എന്താ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് റെഡിയാക്കുകയാണ്. വെളുത്തുള്ളി ഇടും ഞാൻ. ചീര ആയാലും മുരിങ്ങ ആയാലും ഒക്കെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോഴത്തേക്കും
വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നല്ല രീതിക്ക് നമുക്ക് വേവിച്ചെടുക്കണം. വേണേ പച്ചമുളകും കീറിയിടാ. ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വെറും മുളക് പൊടി മാത്രം ഇട്ടാണ്. തള്ളിയുടെ ഇലയാണ് കേട്ടോ. ഒരിക്കൽ രമേശേട്ടനെ കണ്ണിന് കാഴ്ച കുറവായി കാണിച്ചപ്പോഴേ ഡോക്ടറാ പറഞ്ഞത് ഗുളികയൊക്കെ തരാം, പക്ഷെ നിങ്ങൾ ഇല അധികം ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന്. പിന്നെ വയറിന്റെ പ്രശ്നങ്ങൾ മാറാനും ഇല നല്ലതാണല്ലോ. ഇതുപോലെ തോന മുരിങ്ങയൊക്കെ എളുപ്പം നന്നാക്കുന്ന ടിപ്പ് പറയട്ടെ. പിന്നെ ചെമ്പിലും പാത്രത്തിലും കുത്തി നിറയ്ക്കുക. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ആരുടെയും ചെന്നീന്ന് വർത്താനം പറയും. അപ്പോൾ വർത്താനവും നടക്കും, എല്ലാ ഊരിലും നടക്കും. അപ്പം ഞാൻ അതിന് എട്ടുമുറച്ച് പോകാനില്ല. ഇതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളകൊക്കെ ഉണ്ട്. അപ്പം മീനിക്ക് അത് നന്നാക്കി അത് അവിടുത്തെ അമ്മയും അരക്കും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം. പരിപ്പ് ഞാൻ എന്താ കണ്ടെടുപ്പ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നു. അപ്പം ഇനി വന്നു കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലിട്ട് തേങ്ങ അരയ്ക്കണം. അതും കൂടി കഴിഞ്ഞാൽ കൂട്ടാനായില്ലോ. അപ്പം നമുക്ക് ഈ മുരിങ്ങ കറിയാക്കിയിട്ട് വരാം. ഫോൺ ഇവിടെ കുത്തി വെച്ചിട്ട് ഞാനും മുരിങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അവിടെ പോയി. അപ്പം അങ്ങനെ മീക്കുള്ള അരപ്പ് ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് പിന്നെ മുരിങ്ങ ഊരി എഴുത്തിയമ്മ നേരത്ത് മീൻ നന്നാക്കായിരുന്നു. അപ്പം നമ്മളെ വർത്താനവും നടന്നു, 2 കൂട്ടർ പണിയും നടന്നുല്ലോ. അപ്പം അതാ മീനെല്ലാം പെനച്ചെടുത്തിട്ട് ബാക്കി അരപ്പും കൂടി മിക്സ് ചെയ്ത് ഇനി അത് വറക്കണം. അതുപോലെ ആ പരിപ്പ് വെന്തില്ലേ, അതിൽ ആ മുരിങ്ങ ഇട്ടിട്ട് വേവിക്കുകയും ചെയ്തു. ഈ മുരിങ്ങ ഒരു 2 തളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ടുണ്ട്. ആ അരപ്പും പാർന്ന നമ്മളെ മുരിങ്ങ കൂട്ടാൻ സെറ്റ്. പരിപ്പിട്ടിട്ട് മുരിങ്ങ ആയാലും ചീര ആയാലും വെച്ച് കഴിഞ്ഞാൽ രണ്ടാതും കൂടെ ഒന്നും വേണ്ട. അങ്ങനെ ആദിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയില് പെൺകുട്ടീനെയും രമേശേട്ടനെയും ആദി, എഴുത്തിയമ്മ, അങ്ങനെ ഇന്റേതായ കുറച്ച് ആൾക്കാരുടെ പേരുകളും നാളുകളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ വ്ളോഗ് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതിപ്പോ ആരാ എന്താ ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ. ശരിക്കും ഫസ്റ്റ് ഒരു വീഡിയോ ആകുമ്പോഴത്തേക്കും വെറും ഒരു ഇൻട്രോ അങ്ങനെ തുടങ്ങുകയാണല്ലേ നല്ലത്. ഞാൻ അത് ഓർത്തില്ല. നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ അതങ്ങനെ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് ആയി അങ്ങ് മാറിയതാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും അതുപോലെ തന്നെ അറിയണവരൊക്കെ കാണുമ്പോൾ ഈ ഒരു പുതിയ ചാനൽ കാണുമ്പോൾ ഓർക്കും ഇവളെ കൊണ്ടുള്ള ചാനൽ കൊണ്ട് തന്നെ തൊഴിലല്ല, ഇനിയിപ്പോൾ ഇതും കൂടെ ഓന്ന്. എന്നാലും വേണ്ടില്ല, നമ്മളിതിൽ എന്താ പറയുക ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും തളരാണ്ട് പൂർവാധിക ശക്തിയിൽ മുന്നോട്ട് തന്നെ പോവും. ഇതിൽ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫുകളും അതുപോലെ മിനി ഷോർട്സ് വീഡിയോസും ഈ ഫാമിലി വ്ളോഗുമായിട്ട് സംബന്ധിച്ച് അങ്ങനത്തെയൊക്കെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇടുണ്ടാവുക കേട്ടോ. പിന്നെ ഇമ്മക്കറിയാവുന്ന കുക്കിംഗ് ടിപ്സ്, കുക്കിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നെന്തായാലും നമ്മളൊരു ഇൻട്രോ വീഡിയോ ആയി തുടങ്ങി ഡേ ഇൻ മൈ ലൈഫിൽ വന്ന് അവസാനിച്ചാണ്. കഴിക്കാൻ വേണ്ടപ്പോ ഞാനും ആദ്യമാണുള്ളത്. ഞാൻ അവനെ പോലും വീഡിയോയിൽ അധികം ഉൾക്കൊള്ളിച്ചില്ല അല്ലെ. അധികം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ ഓർത്തേട്ടോ. ഇനിയിപ്പോ ഇതിലില്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിലില്ലാത്ത എല്ലാ കാര്യവും ഉൾക്കൊള്ളിക്കേ. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.